ഈ വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ, ഈ വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ, ഈ വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ, ഈ വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ. ഇങ്ങനെ ഒരു 10-20 പ്രാവശ്യം ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാൽ അയ്യോ അത് ഭയങ്കര ബോറായിരിക്കും അല്ലേ. എന്നാൽ ബിഗ് ബോസിലെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അനീഷിൻ്റെ സൗണ്ട് കാരണം നമുക്കതൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമോ. അത് ഫസ്റ്റ് വീക്കിലൊക്കെ ഈ പുള്ളി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു ഐഡിയ ആണല്ലോ. കാരണം ഒരു കോമണറായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മുടെ സാധാരണ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് പെട്ടെന്നൊന്ന് കയറി ചെല്ലാൻ ഏറ്റവും നല്ലൊരു ടാക്ടിക്കാണ് അല്ലേ. അയാളുടെ ഒരു ഗെയിം പ്ലാനൊക്കെ നല്ലതായിട്ട് തോന്നി. പക്ഷേ വന്ന് നമുക്ക് ഈ 7ൻ്റെ പണിയിൽ ഒരു പണി അനീഷാണെന്ന് പറയുന്ന പോലെ സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ടല്ലേ അയാളുടെ സംസാരം. ആദ്യമൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ രസമാണ്. പക്ഷെ അത് അധികം ആകുമ്പം എന്തും മോശമാവെന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോൾ. ഇതിലെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ മത്സരത്തിന് വേണ്ടി അല്ലാതെ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ സത്യത്തിൽ നമുക്കറിയില്ലല്ലേ ഒരാൾ എന്തൊക്കെ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടുള്ളതെന്ന്. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഗെയിം സ്പിരിറ്റിൽ എന്തെങ്കിലുമൊക്കെ പറയാം എന്നല്ലാതെ വ്യക്തിപരമായിട്ട് ഒരാളുടെ പാസ്റ്റ് ട്രോമകളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന വിധത്തിൽ സംസാരിക്കാനുള്ള റൈറ്റ് ഈ ഭൂമിയിൽ ആർക്കും ഇല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ അനുഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു, നമ്മളുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ്, നമ്മുടെ ടീനേജ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു, നമ്മൾ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്, ഇതൊന്നും മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവരുടെ എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ നമ്മുടെ പഴയ ട്രോമകളെയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിലോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് മത്സരിക്കുന്നതിനെയും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ അനീഷിൻ്റെ ഈ ഒരു ഗെയിം പ്ലാനും എനിക്ക് ഭയങ്കര ബാഡായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അറിയില്ല, ഇങ്ങനെയുള്ളവരെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ കുറച്ച് പേര് അതിനും തയ്യാറാവാതെ അവൻ അങ്ങനെയാണോ എന്നാൽ അവനെ ഒന്ന് വെട്ടിച്ചിട്ട് തന്നെ കാര്യം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഭയങ്കര സഹിക്കാൻ വല്ലാത്ത വിധത്തിലാവുന്നു. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, അല്ലെങ്കിൽ ഇതൊരു ഗെയിം അല്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ വേണ്ടത്, ഇറിറ്റേറ്റ് ചെയ്യുമല്ലേ എന്ന്. പക്ഷേ ഇത് കണ്ടിട്ട് അങ്ങനെ അത്ര നല്ലൊരു ഗെയിം സ്പിരിറ്റിലാണ് പുള്ളി എല്ലാം എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ മൊത്തത്തിൽ അങ്ങ് വെറുപ്പിച്ച് ഒറ്റപ്പെട്ട് രാജാവാകുന്നതാണല്ലോ ഈ ബിഗ് ബോസിൻ്റെ ഒരു ട്രെൻഡ്.